ഹലോ, വെൽക്കം ബാക്ക് ടു ഫാസിൽ അമിഗോസ് പാച്ചു ഷോ. അപ്പം ഇന്ന് നമ്മളെ കൂടെ ഒരു നാടൻ പിടിച്ചിട്ടൊരാൾ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് ഞാൻ ഇങ്ങനെ പെങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോഴേ, നമ്മളെ പെങ്ങളെ കുട്ടിയേട്ടാ, അപ്പം പെങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞ് എന്താണ് ആളംദ്വീപ് ഭയങ്കര നടക്കാരനാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ എന്താ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുക, ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടാ. അപ്പോൾ ആളംദ്വീപ് എന്നിട്ടൊരു ദ്വീപ് ഇവിടെ ഉണ്ട് അത്ര. ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഇവർക്കൊക്കെ ഇതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്താ അവസ്ഥ നോക്കാമല്ലോ. നമ്മൾ ഈ റോഡ് പൊന്നാനിൽ നിന്ന് അത്താണി പോകുന്ന വഴിയുണ്ട്, അത്താണിക്ക് കയറുന്ന വഴി. ഏകദേശം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ റോഡ് തന്നെ പറയാം, നടുവട്ടം തൃശ്ശൂർ റോഡ്. ആ റോഡിൽ കൂടെ ഇപ്പൊ നമ്മള് പോകുന്നത്. നിങ്ങൾ ചെക്കന്മാരൊക്കെ പോരണുണ്ട്? ചെക്കന്മാരെല്ലാരും പോകും. എന്നിട്ട് എന്താ പരിപാടി? അവിടെ ഇരിക്കും, അന്തമിട്ടിരിക്കും അല്ലേ? നല്ല വെയിലുണ്ടാവും അവിടെ? നല്ല വെയിലുണ്ടാവും അല്ലേ? എന്തായാലും പോയി നോക്കാം. ഇനി ഇന്നൊന്ന് കുറച്ച് ഫ്രീക്കാക്കിയിട്ടാണ് കൊണ്ടുപോകണം കേട്ടാ. ഇത് ഇന്റെ ഡ്രസ്സല്ല, ഈ ടീഷർട്ട് ഓൻ്റെതാണ്. ഞാൻ നല്ല എക്സിക്യൂട്ടറായിട്ടാണെന്ന് വന്നുള്ളത് പറയാമല്ലോ. എക്സിക്യൂട്ടറായിട്ട് വന്നപ്പോ നിച്ചു പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇത് വേണ്ട, നമുക്ക് ടീഷർട്ടൊക്കെ ഇട്ടെടുക്കാന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ടീഷർട്ട് എനിക്ക് തന്നതാണ്. ഇവരെന്ന് വെച്ചാൽ ഭയങ്കര ലൂസുള്ള ടീഷർട്ടല്ല കേട്ടാ. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടാണ് ഇത് തോന്നുന്നത് കേട്ടാ. ഫാമൊക്കെ ഉണ്ട്. അത് ശരി, ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇത് ഈ വഴി മീൻ പിടിക്കുന്ന കുന്ത്രാണവുമായിട്ട് പോയിരുന്നു കേട്ടോ. ആളം പാലാണല്ലത്. ഇതാ ആളം പാലം ദ്വീപ്, ആളം ബ്രിഡ്ജ് എത്തിയിട്ട് ഓൾമോസ്റ്റ്. ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് ഈ ബ്രിഡ്ജിനോട് ചേർന്നിട്ട്. അപ്പൊ ഈ ബ്രിഡ്ജാണ് പറഞ്ഞത്? എടാ ഭയങ്കര, ഈ ബ്രിഡ്ജൊക്കെ ഞാൻ വന്നിക്കണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഇത്ര വലിയ സംഭവമാണോ? ഇവന് ഈ ആളദ്വീപ് എന്നൊക്കെ പണ്ട് ബ്രിഡ്ജാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതെങ്ങനെ ദ്വീപായി? ഇത് ദ്വീപാണോ? അവിടെ പേരാണല്ലോ, പേരിട്ടിക്കാണ് ഒരു ആളംദ്വീപ് എന്നൊക്കെ. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ആച്ചിട്ട് കിടക്കാട്ട് ഒരാളില്ല. ഇവൻ നോക്കി ചൂടത്ത് മങ്കി ക്യാപ്പും. ഇവിടെ മനുഷ്യന്മാരൊക്കെ ചൂടെടുത്ത് ചത്തിക്കണ്. സംഭവം കൊള്ളാം അല്ലേ? നൈസായിട്ടാ സംഭവം, കലക്കിട്ടാ പൊളിച്ച സ്ഥലം. ഇവിടെ നോക്കിയാ ഞങ്ങള് കഞ്ചാവ് MDMA നിരോധിത പലഹാരം പദാർത്ഥങ്ങൾ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ നോക്കാതെ തല്ലുന്നതാണ്. അടിയിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാകുന്നതല്ല. പരിഹരിക്കാൻ വരുന്നവർക്കും അടിയിട്ടും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. നല്ല കാര്യം. അതിവിടൊക്കെ എഴുതി വെക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര ആംബിയൻസ് ആയതുകൊണ്ട് എല്ലാരും വന്നിട്ട് ഇവിടെ വന്നിട്ട് അടിയും വലിയും ഒക്കെ ഉണ്ടാവും. ആൾക്കാരില്ലാത്തായിരുന്നു. ഇത് നോക്കി, ഇവിടെ സംഭവം നൈസാണ് കേട്ടാ. പക്ഷെ ചൂടുള്ള കാരണം കേട്ടാ, അല്ലെങ്കിൽ കാലാവസ്ഥ കുറച്ചും കൂടി തണുപ്പാണെന്നുണ്ടെങ്കിൽ പൊളിച്ചിരുന്നില്ലേ? സംഭവം കൊള്ളാം. കൂട്ടുകാരെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. എത്ര മനോഹരമായ സ്ഥലം. ചൂട് അതാണ് പറ്റാത്തത്, അല്ലെങ്കിൽ ഇത് പൊളിയാട്ടാ. അങ്ങോട്ട് നോക്കിയാ മീൻ പിടിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കല്ലേ. നമ്മളിങ്ങനെ ഈ ഓട്ടം പാച്ചിൻ്റെ ഇടക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളതിലൊക്കെ മിസ് ചെയ്യണ്ടോ? ഇവിടെ താമര കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. കൃഷിയാണോ ഇനി താമര ഉണ്ടാവണോ അല്ലേ? കൃഷി അല്ല കേട്ടോ, സോറിയാ. കുറച്ച് ടാസ്കുകളൊക്കെ കടന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോയ്സ്, ആമ്പലല്ലേ? ഇതാണ് ആമ്പൽ. ഇതാണ് ആമ്പൽ അല്ലേ? ആമ്പൽ പൂവ് മുട്ടിട്ടുള്ളൂ. ശരിയാണ്. ഞാൻ എടുക്കാൻ പോയാൽ ചിലപ്പോൾ ആള് താന്നു പോകും. മീൻ പിടുത്തം കഴിഞ്ഞോ? ഹിന്ദിക്കാരാണോ മലയാളീസാണോ? മലയാളീസല്ലേ? മലയാളിക്കാരല്ലേ? ഞാൻ ഡൗട്ടേ. അല്ല, ഇത് ആഴുണ്ട് അങ്ങോട്ട് നടക്കല്ലേ? അത് ശരി.
കിട്ടുന്നുണ്ടാ? കിട്ടിയാ? പിടുത്തം കഴിഞ്ഞാ? ഇത് പിടിച്ചേക്ക ഇവിടെ? ഇല്ല. ഇല്ല, ഇവിടെ ആ വരുന്ന വഴിയില്ല. നമുക്ക് ബരെ കൂടെ പോയിട്ട് ആ പെട്ടിയും കൂടി നോക്കിയിട്ട് തീരുമാനമാക്കാട്ടാ. അപ്പൊ എപ്പോ വന്നാ നിങ്ങള്? രാവിലെ. ഇതിപ്പോ എന്താ വിൽക്കാനോ അതോ നിങ്ങളെ ഉപയോഗത്തിനാണ് അല്ലേ? കൊള്ളാം. ഇതെന്താ കണ്ണനാ? കണ്ണനല്ലേ? നല്ല വലിയ കണ്ണനാട്ടാ. ഇവരെ പിടിച്ച കുറച്ച് മീനുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചതരേ. ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവർ രാവിലെ വന്നതാ. കുറച്ച് ലേറ്റ് ആയി. നമ്മൾ ലേറ്റ് ആയി പോയി അല്ലേ? അല്ലെങ്കിൽ മീൻ പിടിക്കുന്നൊക്കെ ഒന്ന് കാണായിരുന്നു. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ബോക്സിൽ. ചാടോ? നോക്കിയേ ഒക്കെ ചത്തുക്കണല്ലേ. അത്യാവശ്യം വലിപ്പുള്ള മീനാണ്ടാ. ഉസാർ. ഇത് ഇവർക്ക് വിൽക്കാനൊന്നല്ല അല്ലേ? ഇവർക്ക് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ദമ്മിന് നല്ല ഫ്രൈ ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും കണ്ടമാനുണ്ട് കേട്ടോ. ഓക്കെ ഗോയ്സ്, നമുക്ക് തൽക്കാലം ഇത് കണ്ട് തൃപ്തിപ്പെടാം. വേറെ ഒന്നും ചെയ്യാൻ ഇല്ല. അവരോട് ചോദിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിട്ടും ചോദിക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ ആളന്ദീപിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കായലിൽ കുറേ കണ്ണൻ മീനുകൾ, ആമ്പലുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി ദേശത്ത് കാഞ്ഞിരമുക്ക് എന്ന സ്ഥലത്ത് ആളന്ദീപ് എന്ന ആളന്ദീപ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായി ഇനിയും കാണാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം ഫാസിൽ എമിഗോസ് പാച്ചു.